അയിലമത്തി ചാല കോരായി കൂറാന്ന തോലി അയിലമത്തി ചാല കോരായി കൂറാന്ന തോലി പെട്ടെന്ന് നമ്മൾ പിടിക്കാൻ കൊടുത്തു മഴയും വരുന്നു നനഞ്ഞ ഊപ്പാട് വരുന്നു ഇങ്ങോട്ട് വാങ്ങോട്ട് ഡീ നല്ല മീനുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കൊത്തുന്നില്ലല്ലോ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടി മീൻ അതുകൊണ്ട് നിന്നെ കൊണ്ട് കറി വെച്ചിട്ട് വേണം ഞാൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു നീ കണ്ടുകൂടാ ചൂണ്ടിട്ടോണ്ടിരിക്കുവന്ന് ചൂണ്ട ആ നീ ഇത് ചൂണ്ടയിടുക കമ്പ് മാത്രമല്ലല്ലോ തങ്കൂസും ഇല്ല ചൂണ്ടയില്ല നേരത്തെ മേളിലാണ് ഞാൻ ചൂണ്ടിട്ടോണ്ടിരുന്നത് അപ്പൊ മീൻ അടിച്ചോണ്ട് അങ്ങ് പോയി ചൂണ്ടയും കൊണ്ട് അങ്ങ് പോയി പിന്നെ നീ കമ്പം കൊണ്ടിരിക്കുന്നത് താഴെ വരുമ്പോ അതിനെ തല്ലി കൊല്ലാതെ വിചാരിച്ച് കമ്പും കൊണ്ടിരിക്കുക ബാബു നീ വെള്ളം അടിച്ച വെള്ളത്തിന് കാണിക്കാതെ കയറി വെള്ളത്തിലാണ് ഒന്നും സംഭവിക്കത്തില്ല നീ എവിടെ നില്ല് എടാ നരൻ സിനിമയിലെ മോഹൻലാലിലെ തടി പിടിച്ചോണ്ട് വരത്തില്ലേ അതേപോലെ ഞാൻ വലിയ ബ്രാലിനെ പിടിച്ചോണ്ട് വരാമെന്ന് ഇന്നത്തെ എവിടെ കിടക്കുന്നു ബ്രാല് ഇതിനകത്ത് ഉണ്ടെന്ന് നീ എന്തായാലും കാണിയിട്ടു നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നു ഞാനേ വീട്ടിലെ ക്ലീറ്റർ മച്ചമ്പയുടെ മോള് മുത്തില്ലേ മുത്തിന്റെ കൂട്ടുകാർ വരുന്നു കോളേജിൽ പഠിച്ച കൂട്ടുകാർ വിശേഷമൊന്നുമില്ല അവരിപ്പോ പഠിത്തം കഴിഞ്ഞിട്ട് കുറെ ഇതായല്ലോ അപ്പൊ അവർ വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്ക് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടേ ഇറച്ചി പഠിക്കാൻ ചന്ത പോവാ അത് ശരി അവിടെ ഭയങ്കര വിശേഷമാണോ അല്ല പിള്ളേര് വരുമ്പോ അതൊക്കെ സന്തോഷമല്ലേ അത് ശരി നീ ഒരു കാര്യം ചെയ്യ് ആ ഇറച്ചിയുടെ പൈസ നീ എനിക്കിതാ എനിക്ക് ഇഷ്ടപ്പെട്ട നെടുമീനെ ഞാൻ പിടിച്ചു തരാം നിനക്ക് നെടുമീൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് നെടുമീൻ ബിരിയാണി ഈ കാലൊക്കെ ഉള്ള ഒഴുക്കിനകത്ത് നീ വീണ് ചുമ്മാ വായി മണ്ണിട്ട് പോയാ ഞാൻ പറഞ്ഞു കിടന്ന് 27 മണിക്കൂർ വെള്ളത്തിൽ കിടക്കുന്ന എനിക്ക് എന്നെ ഏത് വെള്ളം എടുത്തോണ്ട് പോകാനാ ബാബു നീ തമാശ കളിക്കാൻ ഇങ്ങോട്ട് കയറാൻ നോക്കും ഞാൻ മീൻ പിടിച്ചോണ്ടിരിക്കില്ലേ എവിടെ മീൻ ഒരു മീനെ പോലും നീ പിടിച്ചില്ലല്ലോ എപ്പോഴും ഞാൻ ചൂണ്ടോണ്ടിരിക്കാൻ എപ്പോഴും വന്നും കൊടുത്തു പെയ്യേ വന്ന് കൊടുത്തോളുന്നു അതിന് ചൂണ്ട മീൻ കത്താ ചൂണ്ട ഓർഡറാ നീ കമ്പം പിടിച്ചോണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യ് നീ ചന്തയിൽ പോയിട്ട് വരുമ്പോ ഒരു ചൂണ്ട വാങ്ങിച്ചോണ്ടോ ചൂണ്ടല്ല നിനക്ക് ഞാൻ പോയിന്റെ പണി നോക്കി അയിലച്ചാളക്കോരമ്മത്തി അയക്കൂറോലി പെട്ടെന്ന് അവിടെ പിടിക്കും മീൻ തോലി പെട്ടെന്ന് അവിടെ പിടിക്കും മീനെ അങ്ങോട്ട് മഴയും വരുന്നു പെട്ടെന്ന് അവിടെ കൊണ്ടില്ല അയ്യോ സാറായിരുന്നു ഇതോടെ പരിപാടി ആ ചൂണ്ട ഇട്ടോണ്ടിരിക്കും ചൂണ്ടയിടുന്നോ ഈ മഴയത്തോ പിന്നെ മഴ ചൂണ്ട ഇട്ടോണ്ടിരുന്ന എടാ മഴയും പിടിച്ച് ഞങ്ങൾക്ക് പണി നോക്കാതെ കയറിപ്പോടാ ശരി സാർ ഇങ്ങോട്ട് പോടാ ഇതുവഴി ഞങ്ങൾ പൊക്കോ ഇങ്ങോട്ട് പോടാ ഇത് എടാ ഈ മഴയത്ത് നീ തോട്ടിലെങ്ങാനും വീണ് ചത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ആവത്തില്ലടാ സാറേ ഈ പുഴയ്ക്ക് എന്നെ അറിയാം എനിക്ക് ഈ പുഴയെ അറിയാം നിനക്ക് നീന്തൽ അറിയാമടാ അതറിയത്തില്ല പിന്നെ നീ എങ്ങനെ രക്ഷപ്പെടും കയറിപ്പോടാ ഇവിടെ ഈ പരിസരത്തേക്ക് കണ്ടുപോകരുത് ഇല്ല ഓ ഓരോരുത്തമാര് ജോലി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിക്കോളും മഴയും പിടിച്ച് എന്താ എനി ഹെൽപ്പ് ഒന്നും വേണ്ട ഞാനൊരു കാര്യം പറയട്ടെ ബിരിയാണി ഉണ്ടാക്കണോ പിന്നെ ഉണ്ടാക്കണ്ടേ എടി നമുക്ക് ബിരിയാണി വേണ്ടടി കൊച്ചേ നോ 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 അമ്മയുടെ ബിരിയാണി ഞാൻ ഭയങ്കര ഹൈപ്പ് ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു എന്താണ് അമ്മയുടെ സൂപ്പർ ബിരിയാണി ഉണ്ട് ആവശ്യമില്ലാത്തത് പറയാൻ പോണത് അന്ന് അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ഹോട്ടലിൽ കിട്ടില്ലല്ലോ ഇങ്ങനത്തെ ബിരിയാണി എടി അതെങ്ങനെ അബദ്ധത്തിൽ ശരിയായി പോയതാ അമ്മ ഇത് കുറച്ചാ അതായത് കുറച്ചുകൂടെ തുരുതുരായിരുന്നു അത് വെള്ളത്തിന്റെ അംശം കുറച്ചുകൂടെ കുറച്ച സെറ്റ് ഞാനൊരു കാര്യം പറയട്ടെ ദേ എന്തായാലും ചിക്കൻ പൊരിക്കുന്നുണ്ട് ബിരിയാണിയുടെ കൂടെ അപ്പൊ നമുക്ക് ആ ചിക്കൻ പൊരിച്ചതും ഒരു കറിയും എടി ഒന്ന് പറഞ്ഞു കൊടുക്കടി ബിരിയാണി വേണ്ടാന്ന് അമ്മയുടെ അന്നത്തെ ബിരിയാണി സൂപ്പർ അല്ലേ എടി അത് അബദ്ധത്തിൽ ശരിയായതല്ലേ ഇഷ്ടമല്ലേ അത് വെച്ച് കൊടുക്ക് എടി അവളുടെ ഇഷ്ടത്തിനല്ല വലിയ വീട്ടിലെ പിള്ളേരൊക്കെയാ വരുന്നത് ചേച്ചിക്ക് അറിയാലോ ഉണ്ടാക്കാനായിട്ട് പിന്നെ എനിക്ക് അത്ര അറിയാം അമ്മ എന്തുണ്ടാക്കിയാലും സൂപ്പറാണ് ഇതുപോലെ ജാട ഇടുന്നു ആ മതി ജാട ജാട ചീത്തായി പോയിട്ട് എന്നെ പറയാൻ നിൽക്കരുത് കൂട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടുന്നു ഞാൻ അവിടെ വെക്കണ ഇനി എന്ത് അതൊക്കെ ഞാൻ ഉണ്ട് ആ അങ്ങോട്ടുണ്ടാക്കാം ഇവിടെ തൂക്കണ്ടേ അമ്മ ആ തൂക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ തക്കാളി എന്റെ മുറിയും കൂടെ നിന്റെ മുറി പോയെന്ന് വൃത്തി ആ തക്കൂട് എല്ലാം അലങ്കോലാക്കി അയ്യോ എന്റെ കൊച്ചിനെ പറയണ്ട നീയോ അവൻ ഞാന് അടുക്കിയൊക്കെ വയ്ക്കും എന്ത് പറഞ്ഞാലും ആ ചെറുക്കനെ കുറ്റപ്പെടുത്തല അവക്ക് ഞാൻ വൃത്തിയാക്കിട്ട് വരാവേ തക്കാളി എത്ര എണ്ണം വേണം ചേച്ചി 3 എണ്ണം എടുത്തോ വലുതെടുക്കട്ടെ 3 എണ്ണം പിന്നെ അത് മതി പച്ചമുളകിനകത്തുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി അവിടെ ഏതോ ഒരു കവറിലിരിപ്പുണ്ട് അവിടെ ഫ്രിഡ്ജിലാ ഇവിടെ എവിടെയോ ഉണ്ട് ഞാൻ വന്നിട്ട് ആ വാടാ എന്തോ മേടിച്ചല്ല ചിക്കൻ മേടിച്ചിട്ടുണ്ട്
ബിരിയാണി അരി മേടിച്ചു, ടൂട്ടി ഫ്രൂട്ടി, എസൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, മസാല, പപ്പടം, തൈര്. ബാക്കി 200 രൂപ. ആദ്യമായിട്ട് ബാക്കി തരുന്നത് ഞാൻ കാണുന്നു. 100 രൂപ എടുത്തോ. 100 രൂപ എടുത്തോ. പറച്ചില് കേട്ടാ ബിരിയാണിക്കകത്ത് 500 രൂപ എന്റെയാണ്. അപ്പൊ പറയാം 100 രൂപ ഞാൻ എടുത്തോളാം. അപ്പൊ 100 രൂപ എടുത്തതാണ്ട്, ബാക്കി 100 രൂപ ഇരിക്കും. പിന്നെ ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവാ. ഒരു 2-3 മണിയിലെ LIC വരും. ഞാൻ വൈകുന്നേരം. അയ്യോ, കഴിക്കാൻ നേരത്ത് വരൂലേ? ഇല്ല, ഉച്ചയ്ക്ക് പറ്റത്തില്ല. ആ വണ്ടി വന്ന് ഇറക്കി കൊടുത്തിട്ട് LIC എല്ലാവരും കഴിക്കുമ്പോ നീ കഴിക്കാതിരുന്ന എങ്ങനെയാ? എന്റെ സാധനം ഇവിടെ മാറ്റി വെച്ചിരുന്നാ മതി. ഞാൻ വൈകിട്ട് വരുമ്പോ എപ്പോഴാന്ന് വെച്ചാൽ അന്നേരം തന്നാ മതി. പക്ഷെ അന്നേരം വരുമ്പോഴത്തേന് എടാ വന്ന പിള്ളേർ ഇവിടുത്തെ പിള്ളേരുടെ എല്ലാം കഴിച്ചപ്പോ തീർന്നു പറയാം. കേട്ടല്ലേ? ഇല്ല, ആദ്യമേ തന്നെ എടുത്ത് മാറ്റി വെച്ചു. മാറ്റി വെച്ചേക്കണം. അതാ ഗ്രേവി 1 ലെഗ് പീസ് കൂടെ ചേർത്ത് അതിങ്ങനെ എടുത്തിട്ട്. ഓക്കെ, 2 ലെഗ് തരും നിനക്ക്. ഒരു കോഴിക്ക് 2 കാലല്ലേ ഉള്ളൂ. ഞാൻ തിരക്കെന്ന് പറഞ്ഞേര്. ഒരു വാപ്പി ചത്തി നീ എന്നൊരു കാര്യം ചെയ്യോ, ചിക്കൻ കഴുകി എടുക്കോ? അല്ലെങ്കിൽ ഞാൻ ചിക്കൻ കഴുകി എടുക്കാം, നീ ഇതങ്ങ് അരിയ്. ഹലോ, എത്താറായോ? എപ്പോ വരും? ആഹാ, ആര്? ലക്ഷ്മിയാ? അവളടുത്ത് ആര് പറഞ്ഞ്? എന്താ തള്ളു ലക്ഷ്മിയോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രത്യേകം അവളടുത്ത് പറഞ്ഞതാ പറയല്ലേന്ന്. എന്തേലും പറയാൻ നോക്ക്. നിങ്ങൾ വേറെ വഴിക്കാ പോകുന്ന, അങ്ങനെ എന്തേലും പറ. എന്നാണ് നന്ദനെ ശരിയാവൂല. ലാസ്റ്റ് പോകുമ്പോ എന്തുപറ്റി? ആ ലക്ഷ്മി ഉണ്ടമ്മ, ഒരാളും കൂടെ. ഏത് ലക്ഷ്മി? തള്ളു ലക്ഷ്മി. ഒരാളും കൂടെ കൂടിയാണ് എന്തോന്ന് വൃത്തിയുടെ പറഞ്ഞു. അമ്മയ്ക്ക് ഓർമ്മയില്ല എന്റെ മാമി. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? ഭക്ഷണം ഉണ്ടല്ലോ ഇവിടെ. അല്ല, അവള് ശരിയല്ലെന്ന് വെച്ചാൽ അവള് ഭയങ്കര റിച്ച് ആണ്. അതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കും. പൊങ്ങച്ചോന്ന് വെച്ചാൽ എന്റെ ദൈവമേ. അങ്ങനെയാ മാമി, എന്നാ അവര് സ്വന്തമായിട്ട് പറയട്ടെ, ബാക്കിയുള്ളവർ അടിച്ചമർത്തേണ്ട ആവശ്യമുണ്ടോ? ഇത് പറയും. നിന്റെ വീട്ടിൽ ഏത് കാറാ? നിന്റെ വീട്ടിൽ കാറില്ലേ? ഓ, നമ്മളിവിടെ 4 കാറുണ്ട്, അതുണ്ട് ഇതുണ്ട്, നിനക്കതില്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു? കാറില്ലാത്തവര് ജീവിക്കൂലേ? അവളുടെ വീട്ടിലുള്ളതുകൊണ്ടല്ലേ പറഞ്ഞു. അവള് പറയട്ടെ, നിങ്ങൾ വേണ്ടിയുണ്ട്. അങ്ങനെ അല്ലേ? ഇനിയിപ്പൊ ഇവിടെ വന്നിട്ട് നോക്കിക്കോ, ഓരോന്ന് പറയും. അയ്യോ, ഇതില് താമസിക്കുന്നവർ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ വന്നിട്ട് പറഞ്ഞാ നമ്മളിവിടെ നിൽക്കല്ലേ? ആ, അതാണ് വിഷയാവും. ഞാൻ അവളെ വിളിച്ചില്ല മാമി. ഇവള് ഇങ്ങോട്ട് ചോദിച്ച് നിങ്ങൾ എവിടെ പോകുന്നു? അക്ഷര വീട്ടിലാണെങ്കിൽ ഞാനും വരാം, എനിക്കും കാണണം. ഇതുവരെ ഇല്ലായിരുന്നു. നീ ഇത്ര ടെൻഷൻ അടിക്കണേ. നീ തിരിച്ച് തള്ളിയിട്ടുണ്ട് അങ്ങോട്ട്. എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ. ക്ലീറ്റോണ്ടല്ലേ മോള്? ഞാനൊന്നും പറയില്ല. ക്ലീറ്റോടെയൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആ കൊച്ചിങ്ങോട്ട് വരട്ടെ, ഞങ്ങളുണ്ടല്ലോ ഇവിടെ. ക്യാൻസൽ ചെയ്താലോ? എനിക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ വിളിച്ചു പറ, ആരും വരണ്ട. നോക്കി, അമ്മ ഇഷ്ടപ്പെടില്ല. വന്നോണ്ട് ഓരോന്ന് ചോദിക്കും. ഇഷ്ടപ്പെടാനായിട്ട് ഇവിടെ താമസിക്കാനുള്ള ഒച്ചൊന്നല്ലേ, അത് വന്നിട്ട് പോകൂലേ? എന്തിനാ ഇത്ര ഇഷ്ടപ്പെടുന്നത്? നീ വലിയ ഞങ്ങൾ ബാക്കി വേണ്ട വേണ്ട. അവിടെയൊക്കെ തൂത്താടി മുത്തേ. ആ, അവിടെയൊക്കെ തൂത്തിട്ടുണ്ടോ? നീ അതൊന്ന് ഇച്ചിരി കടുക് കളിക്കാൻ വേണ്ടി വെക്കുവോ? എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാന്ന്? ഒന്നല്ലെങ്കിൽ ആരോട് വരണ്ടാന്ന് പറ. നല്ല പാട്. ചിക്കനൊക്കെ മേടിച്ചു വെച്ചിട്ട് പിന്നെ നീ വരണ്ടാന്ന് പറഞ്ഞു. നോയിക്ക് അവസാനം അടിയാവൂടെ. പിന്നെ അമ്മ എന്തായാലും ഒന്ന് പറഞ്ഞ 2 തിരിച്ചു. നിനക്കും നിന്റെ കൂട്ടുകാരികൾക്കും വിവരമില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല വിവരം. എത്ര ഉള്ള എന്താടി? വെളിച്ചെണ്ണ ഇത്ര ഉള്ള? ഇല്ല ഇല്ല, അതിനകത്ത് പൊട്ടിച്ചൊഴിക്കാനുണ്ട്. അമ്മ ഉണ്ടാകുന്ന ഭക്ഷണത്തിനുള്ള അവര് കുറ്റം പറയും. എന്നാ അവള് പട്ടിണി ഇരിക്കും. ആ, അതെ. ചേച്ചി, ആ, എന്റെ കൂട്ടുകാരെന്ത് ഈ വീട്ടിൽ വിളിക്കാത്തെ? വിളിക്കണം. നീ വിളിക്കണം. ഞാൻ വിളിക്കണോ? ചേച്ചിയുടെ കൂട്ടുകാരെ ചേച്ചി വിളിച്ചല്ല. പിന്നെ നിന്റെ കൂട്ടുകാരും കൂടെ ഞാൻ വിളിക്കണോ? ഈ ചേച്ചി എന്തോന്ന് പറയണ? എന്റെ കൂട്ടുകാർ വരുമ്പോഴും ഞാൻ ബിരിയാണിയൊക്കെ വെപ്പിക്കുവേ, ജ്യൂസൊക്കെ ഞാൻ കൊടുക്കും. ഓ, നീ വിളിക്ക. ഒരു ദിവസം ഓണത്തിന് വല്ലതും വരാൻ പറ. ഓണത്തിനോ? എന്നെങ്കിലും വരാൻ പറ. എന്തെങ്കിലും വരാൻ ഞാൻ പറയാം. നിനക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇതിന്? പിന്നെ ഇല്ലേ? ആരൊക്കെ ഉണ്ട്? അതുണ്ട്, പിന്നെ ആദിത്യനുണ്ട്, പിന്നെ അലങ്കൃതുണ്ട്. പിന്നെ അലങ്കൃത. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ല.
ഗേൾ ഫ്രണ്ട് ആണോ നിന്റെ? അല്ല അല്ല ആ? അല്ല, വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ, പക്ഷെ അത് വേറെ പോയി. ഗേൾ ഫ്രണ്ടോ നിനക്കോ? പിന്നെ ഇപ്പൊ ഉള്ള അലങ്കൃത ബെസ്റ്റിയാ. ദൈവമേ, ബെസ്റ്റ് എൽസ് അവസാനം കണ്ട ചെക്കന്മാരുടെ അടിയും കൊണ്ട് ഇങ്ങോട്ട് വരല്. ഞാൻ ഇടിച്ചിടിച്ച് പപ്പടമാക്കും. അയ്യോ, ഇപ്പോഴത്തെ പിള്ള. വഴിയൊക്കെ കറക്റ്റ് ആയിരുന്നോ? തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് ടെൻഷനാണ്, കാര്യം അപ്പുറത്ത് ഇതുപോലൊരു വഴിയുണ്ട്. നിന്റെ അങ്കിളാ ഞങ്ങൾക്ക് ഈ വഴി പറഞ്ഞു തന്നത്, ഒരു റൊണാൾഡോ അങ്കിൾ. റൊണാൾഡോ അങ്കിള്. ആ, അവിടെ നമ്മൾ ബസ് ഇറങ്ങിയപ്പോ തന്നെ അങ്കിളിനെ കണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പിനടുത്ത്. ആ, വർക്ക്ഷോപ്പ് അങ്കിളിന്റെ. ചുമ്മാണ് കറക്റ്റ് വന്നേ. ലക്ഷ്മി സുഖല്ലേ? ഇത് മാമന്റെ വീടാണ്, മാമൻ മാമി. അത് നമ്മുടെ വീട്. അങ്ങോട്ട് പോവാ. ദൈവം എടാ വാടാ, വിളിച്ചോണ്ട് വാ. അത് എന്തോ അവര് വന്നതാ. വന്നോ? എന്തിനു പഠിക്കുന്നു? ഞാൻ തക്കുടു ചേച്ചിമാരോട് ഇരിക്കാൻ പറ. ഇരുന്നു. കുടിക്ക്. എടുക്കണം. അത് നന്ദന, ഇത് റിൻസി, ഇതാണ് ലക്ഷ്മി. ഇത് അമ്മ തങ്കം. എടി, ഇതാണോ അമ്മ? ഞാൻ വിചാരിച്ച ചേച്ചിയാണ്. ഞാൻ മാമി. ലില്ലി. ജ്യൂസ് കുടിക്ക്. നിനക്ക് വേണോ? എനിക്ക് വേണ്ട. ഇടി, നല്ല ജ്യൂസ്. ഇത് ആരുണ്ടാക്കി? ഞാൻ. ഇവ നല്ല ജ്യൂസ് മാമി. മാമിയല്ലേ ഡാൻസ് പഠിപ്പിക്കുന്ന? ആ, അതെ. അമ്മ, ഇത് പഴയ വീടല്ലേ? മച്ചുള്ളയൊക്കെ വീട്. അപ്പൊ ഇവിടെ അധികം ചൂടൊന്നും കാണത്തില്ലല്ലേ? ചൂട് കുറവാ. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അകത്തൊക്കെ ഭയങ്കര ചൂടാ. ആണോ? എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടാ. അച്ചടാ. AC ഉള്ളല്ലേ ഇവിടെ? എനിക്ക് ഇങ്ങനത്തെ വീടാടി ഇഷ്ടം. നിങ്ങൾ ഇതെന്താ എല്ലാവരും ഇങ്ങനെ വെള്ളം ഉറങ്ങണില്ലേ? നിങ്ങക്ക് വെയിൽ കൊണ്ട് വന്നതല്ലേ? വെള്ളം കുടിക്ക്. വരെ ഭയങ്കര നാക്കും മൂക്കൊക്കെ ആയിരുന്നു. ഇവിടെ അമ്മയൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ആയേ. അതെ, ഇവിടെ പറമ്പൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അവിടെയൊക്കെ പോയി ഒന്ന് കാണും. ജ്യൂസ് കുടിച്ചിട്ട് വാ. എന്നാ ചേച്ചി? എനിക്ക് മതിയടാ, കുറിച്ചു. എന്ത് പറ്റി? ലക്ഷ്മി അല്ലേ ഇത്? ഞാനും അതാണ് ആലോചിക്കുന്നത്. എന്തോ തള്ളായിരുന്നു ആ ഹോസ്റ്റലിൽ വെച്ച്. അത് മറിച്ചിടുവായിരുന്നല്ലോ ഹോസ്റ്റലിൽ എല്ലാരും പറയുന്നില്ലേ. ഇതിപ്പോ ആരേത് വന്നു? അമ്മ, ചേച്ചി. ഞാനും അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഞാൻ വിചാരിച്ചു നിന്റെ അമ്മേനെ അമ്മുമ്മയാക്കുമെന്ന്. അയ്യോ, ഞാനും. നിന്റെ ചേച്ചിയാക്കിയപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവൾ എന്തിനേലും ഒന്നിലും നല്ലതാണെങ്കിൽ പോലും അവള് നല്ലത് എല്ലാത്തിലും കുറ്റം. പിന്നെ ഒന്ന് പോങ്ങച്ചൻ പറഞ്ഞു, അവളെ വീട്ടിലെ കാറും പറയണ്ട, അവളെ വീട്ടിൽ AC ഞാൻ ഇട്ട് കൊടുത്തു. AC അവൾ പറഞ്ഞു മിണ്ടണില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഭയങ്കര തള്ളാന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ പറഞ്ഞു ഇതുപോലെ നല്ലൊരു കൊച്ചില്ലെന്ന് എൻ്റെ അടുത്ത്. നിനക്ക് എന്തായിരിക്കും പറ്റിയത്? തോന്നണം. എന്തോ പറ്റിയിട്ടുണ്ട്. ഇത് മൊത്തം നിങ്ങളുടെയാണോ? ഇത് മൊത്തം എന്ന് പറയുമ്പോ ഇതിനിപ്പുറം അതത്രയും. നമ്മുടെന്ന് പറയുമ്പോ മാമൻ, മാമി, അമ്മയ്ക്ക് എല്ലാവർക്കും കൂടെ. നമ്മള് പാർട്ടീഷൻ ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഇല്ലാത്ത മരങ്ങളില്ലല്ലേ? മാവ്, തെങ്ങ്, പുളി. നിങ്ങളെല്ലാം ഇവിടെ നിന്നായിരിക്കുമല്ലോ. ഇവിടെ കിട്ടുന്നൊക്കെ കിട്ടുന്ന. കൊതുക്, ഭയങ്കര കൊതുക്. നിനക്ക് ഇഷ്ടപ്പെടൂല എല്ലാരും? കൊതുവോ? എവിടെ കൊതു? എന്തിങ്ങനെ? പോ ഇതിപ്പോ വിളിക്കും.
നന്ദന എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ലക്ഷ്മി ഇഷ്ടപ്പെട്ടോ? നല്ല ബിരിയാണി അമ്മ. ആണോ? ആ നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇത്രയും നല്ല ബിരിയാണിയോ? എനിക്ക് നല്ല ഇഷ്ടായി. ഹോസ്റ്റലിൽ നിന്റെ അമ്മ ഒരിക്കൽ കൊണ്ടുവന്നല്ലോ ഒരു ബിരിയാണി, അതിന്റെ അത്ര പോരാ അല്ലേ? എടി അതിനേക്കാളും കൊള്ളാം. അപ്പൊ അമ്മയുടെ ഭാഗ്യം കേട്ടോ. അതെന്താ? ഇവൾക്ക് ആര് വെക്കണേം പിടിക്കാത്ത, എപ്പോഴും കുറ്റം പറയും ഫുഡിന്. ഇതിപ്പോ ഇഷ്ടപ്പെട്ടെന്ന്. ചുമ്മാ അമ്മ, ഞാൻ നല്ലതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയും. ഇത് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കാണുമ്പോഴാണ് ഹോസ്റ്റലിലെ ഫുഡിന്റെ കാര്യം പറഞ്ഞത്. ഓ സത്യം, നമ്മള് വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിലും ഫുഡ് മോശമായിരുന്നല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് പോവണ്ട, നാളെ പോവാന്ന്. സായില്ല അമ്മ, ഇനിയും വരാം. ഇനിയിപ്പോ എങ്ങനെ പോകും നിങ്ങള്? ഓട്ടോ വിളിച്ചു പോവാം. എത്തിക്കഴിഞ്ഞിട്ടൊന്ന് വിളിക്കണം കേട്ടോ. ഫോട്ടോസ് അയക്കാൻ മറക്കല്ലേ? ശരി, ബൈ. എന്തൊക്കെ കാണണം. നീ പോവല്ലേ? എന്താ നീ എന്തൊരു വൃത്തികെട്ട സ്വഭാവം വന്നിട്ട് നിനക്ക്. അമ്മ അങ്ങനല്ല. എങ്ങനെയല്ലാന്ന് മിണ്ടരുത്, നീ മിണ്ടരുത്. ഞാൻ പോലും പറയൂലായിരുന്നു ഹോസ്റ്റലില്. ചേച്ചി എനിക്ക് തോന്നി എന്താണെന്നറിയോ, ഇവക്കാ മറ്റേ രണ്ട് പിള്ളേരല്ലേ, ഇവരൊരു ഗ്യാങ് ആണ്. ഈ കൊച്ചിനെ ഒറ്റപ്പെടുത്തും. ഇന്നൊരാൾ കേറി വന്ന് രണ്ടെണ്ണം പറഞ്ഞപ്പോ സ്വന്തം മക്കളുടെ വിശ്വാസം പോയി. എടി നീ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പ കൊച്ചിന് ഇവിടെ വന്നിട്ട് കാണും. ജ്യൂസ് കൊടുത്തിട്ടൊന്നല്ലാന്ന് പറഞ്ഞു, ഈ വീട് കണ്ടിട്ടൊന്നല്ല. അതിനാണെങ്കിൽ കാശുള്ളതിന്റെ ഒരു അഹംഭാവവും ഇല്ല. അത്ര നല്ല കൊച്ച്. മാമി അത് എനിക്കും മനസ്സിലാവില്ല. നമ്മള് നന്ദനെ അവളും അങ്ങനെ ദൈവശിക്കും മുത്ത ഇങ്ങനെ നീ നോണ പറഞ്ഞിട്ടുണ്ട്. അതെ, നീ ഇങ്ങനത്തെ സ്വഭാവം ഒന്നും അല്ലായിരുന്നു നിനക്ക്. ഞാൻ ഹോസ്റ്റലിലെ വേറൊരു കൊച്ചിനെ വിളിച്ചിട്ട് ഇവളെ എങ്ങനെയാണ് കേൾപ്പിച്ചത്. മറ്റേ രണ്ട് കൂട്ടുകാരികളെ പോലെയുള്ളവങ്ങളായിരിക്കൂല്ലേ എല്ലാം. എവിടെ കൂട്ടുകാരാണ് വിളി? പോയി അതുങ്ങള് ഇറങ്ങിയുള്ളൂ. നല്ല പിള്ളേരായിരുന്നു. നല്ലതല്ല. ഓടി വെച്ച് എന്റെ അടുത്തല്ലേ വഴി ചോദിച്ചത്. പറഞ്ഞായിരുന്നു അങ്കിളിനെ കണ്ടെന്ന് പറഞ്ഞു. അതിലൊരു കൊച്ചിനെ ഞാൻ അറിയും, കൊടങ്ങാവളെ ഉള്ളല്ലേ. ആര്? അതിനകത്ത് ലക്ഷ്മി, മറ്റേ ടീഷർട്ട് ജീൻസൊക്കെ ഇട്ട്. അയ്യോ അതായിരുന്നു പാവം. അത് കൊടങ്ങാവളെ കൊടങ്ങാവളിലുള്ളതാ. പിന്നെ നമ്മുടെ പള്ളി സമിതിയുടെ പുറകെ താമസിക്കുന്ന ഗോപിയണ്ണനെ അറിയത്തില്ലേ? ഉത്സവ സ്റ്റാളിലൂടെ ഈ ഉത്സവത്തിനൊക്കെ മറ്റേ കപ്പലിൽ കച്ചവടം ചെയ്യുന്ന ഗോപിയണ്ണൻ. ആ ഗോപിയണ്ണന്റെ മോളാ. അതിതല്ല, ഏതല്ല? നല്ല കാശുള്ള വീട്ടിലെ കൊച്ച്. ആര് പറഞ്ഞു? ഞാൻ മറ്റേ മെലിഞ്ഞ ഗോപിയാണെന്നല്ലേ? അയ്യോ അത് ഈ കൊച്ചല്ല. എന്റെ ദൈവമേ, ഞാൻ ചോദിച്ചപ്പോ ആ കൊച്ചു സമ്മതിച്ചല്ലോ. എന്നോട് വഴി ചോദിക്കാതെ ഞാൻ അന്നേരം എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കൊച്ചിനെ പോലെ കാണുന്നതല്ലേ. ഞാൻ ഗോപിയണ്ണന്റെ മോളല്ലേ അന്ന് പറഞ്ഞു. എനിക്കറിയാം കൊച്ചിനെ. അതിപ്പോ ആ ഗോപിയണ്ണന്റെ അളിയൻ ഇവിടെ ശ്രീകാര്യത്തെങ്ങാണ്ട് താമസിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് എന്തൊക്കെയാ അവിടെ വാടക കണ്ട് താമസിക്കാം. പിന്നെ ഈ കൊച്ചിന് 4-5 കാറുണ്ട്, ബൈക്കുണ്ടെന്നൊക്കെ പറഞ്ഞു കുറെ വീട്ടില്. ചവി ഗോപിയണ്ണന്റെ സൈക്കിള് പഞ്ചറായിട്ട് അത് പഞ്ചറൊട്ടിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനക്ക് വീടൊന്നുമില്ല, അവിടെ വാടകയ്ക്കായിരുന്നല്ലോ. ഇപ്പോഴാണ് നമ്മുടെ ബാഗലേ മെമ്പർ എല്ലാവരും ഏർപ്പാടാക്കി 4 സെന്റ് വസ്തു വീടിന് കൊടുത്തത് പോലും. അവർ പുറമ്പോക്കിൽ ഷെഡ് കെട്ടിയല്ലേ താമസിച്ചോണ്ടിരുന്നത്. റിച്ച് അല്ലേ? റിച്ചാ? അങ്കിളിന് അവളുടെ അച്ഛൻ അറിയാന്ന് പറഞ്ഞോ? പിന്നെ അമ്മക്ക് മനസ്സിലായില്ലേ? റൊണാൾഡോ അങ്കിളിന് അവളുടെ അച്ഛൻ അറിയാന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ഷോറക്കാത്ത. പിടിക്കുമല്ലോ. എന്താ സംഭവം? അവള് പറഞ്ഞത് അവളുടെ അച്ഛന് 4 കാറുണ്ട്, 2 ബൈക്കുണ്ട്, വീട് മൊത്തം സെൻട്രലൈസ്ഡ് AC. വാതുറന്നാ തള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് പാവം. ഫോൺ എവിടെ? ഇപ്പൊ എനിക്ക് വിളിച്ചു പറയണം. ആരെ വിളിച്ചു പറയണോന്ന്? ഇത് പൊളിക്കട്ടെ. അവൾ അങ്ങനെയല്ലേ ഇവിടെ പറയണേ. ഞാൻ മുത്തേ ഇനി അത് വിളിച്ച് 10 പേരോട് പറഞ്ഞു. ഇനി ആ കൊച്ചിനെ നാണം കെടുത്തുന്ന എന്തിനാ? സത്യം പറയണ്ട. അവളെ എല്ലായിടത്തും ഇങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ ഒരുപാട് സത്യം ഒന്നും പറയണ്ട. പിള്ളേരാകുമ്പോ അങ്ങനെ അല്പ സ്വല്പം നുണയൊക്കെ ഇങ്ങനെ പറയും. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് സ്കൂളിൽ പഠിപ്പിക്കുമ്പോ പറയുകയൊക്കെ ചെയ്യും. കഞ്ഞി കൂടുതൽ ഇട്ടാൻ വേണ്ടി ഞാൻ അവിടെ കഞ്ഞി വിളമ്പോ അമ്മച്ചിയോട് പറഞ്ഞ പള്ളിയിലച്ഛന്റെ മോനാണ് പറഞ്ഞേക്കും. അതൊന്നും സാരമില്ല, അത് പിള്ളേരല്ലേടി എന്ന് വെച്ചാൽ നീ അങ്ങനെ പറയണ്ട കേട്ടോ. ബിരിയാണി ഉണ്ട്, സമാധാനമായി. എന്ത്? അതൊക്കെ ഉണ്ട്.
Aliens.